പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ഞായറാഴ്ചത്തെ സുവിശേഷ ഭാഗം 72 വരെ ഈശോ അയക്കുന്നതാണ്. ഞാൻ ആലോചിക്കുമായിരുന്നു, ഈ കാലഘട്ടത്തിലായിരുന്നെങ്കിൽ ഈശോ എങ്ങനെയായിരിക്കും അയക്കുന്നത്. ഈശോ മിക്കവാറും പറഞ്ഞിട്ടുണ്ടാവും, ചാർജർ എടുക്കരുത്, പവർ ബാങ്ക് എടുക്കരുത്, ഡാറ്റ ആക്റ്റീവ് ആക്കരുത്, വൈഫൈ കണക്ട് ചെയ്യരുതെന്നൊക്കെ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവും. ഇന്നത്തെ നമ്മുടെ പിള്ളേർ പറഞ്ഞിട്ടുണ്ടാവും, ഇതെങ്ങനെ പറ്റും, എങ്ങനെ സർവൈവ് ചെയ്യാൻ പറ്റും. സുവിശേഷ ഭാഗം ഇന്ന് നമ്മൾ കാണുന്നുണ്ട്, നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ മടിശീലോ സഞ്ചിയോ ചെരുപ്പോ കൊണ്ടുപോകരുതെന്ന് നമ്മൾ പറയുന്നുണ്ട്. ഏതാണ്ട് ഇതുപോലൊരു എക്സ്പീരിയൻസ് ഇങ്ങനെയല്ലെങ്കിലും ചെറുതായിട്ട് എൻ്റെ റീജൻസി കാലഘട്ടത്തിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ 13 പേരെ ഒരു വീട്ടിൽ ആക്കിയിട്ട് അച്ഛൻ ഒരു നേരത്തേക്കുള്ള അരിയും ഒരു കഞ്ഞിക്കലവും തന്നിട്ട് പറഞ്ഞു, ഇനി മുതൽ നിങ്ങൾ ഇവിടെ പണിയെടുത്ത് ജീവിക്കണം, നിങ്ങൾ ഈ നാടിന് ഒരു വലിയൊരു മാതൃകയായിട്ട് ഒരു വിറ്റ്നസിങ് ആയിരിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളെ റീജൻസി സമയത്ത് ഒരു വീട്ടിലാക്കുന്നുണ്ട്. അന്ന് പഠിക്കേണ്ട സമയമൊന്നുമില്ല, നമ്മൾ പണിയെടുത്ത് ജീവിക്കണം, അതായിരുന്നു ലക്ഷ്യം. ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് രാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ പള്ളിയിലോട്ട് പോവാണ്. ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ഒരു ജോലി കിട്ടണേ, എന്തെങ്കിലും പണി കിട്ടണേ, കഴിക്കാൻ എന്തെങ്കിലും മന്നത്തിന് എന്തെങ്കിലും കിട്ടണേ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു. പള്ളിയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴേക്കും ഒരു ചേച്ചീനെ കണ്ടു. ചേച്ചി ചോദിച്ചു, നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ളൂ, നിങ്ങൾ എവിടെ നിന്നുള്ള അച്ഛന്മാരാന്ന് പറഞ്ഞു. അച്ഛന്മാരല്ല, ബ്രദേഴ്സാണ്. അപ്പോൾ ചേച്ചി ഇങ്ങനെ കുത്തി ചോദിക്കുക, എന്താണ്, എവിടെയാണ്, എങ്ങനെയാണ്. അവസാനം ഞങ്ങൾ പറഞ്ഞു, ഇങ്ങനെ എക്സ്പീരിയൻസിനാണ്, നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ചേച്ചി കയ്യിൽ ഇപ്പോൾ ഒരു കഞ്ഞിക്കലമുണ്ട്, കുറച്ച് അരി ഉണ്ടായിരുന്നു, അത് തീർന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു, എന്നാൽ മക്കളെ പേടിക്കണ്ട, ഞാൻ ബോംബെയിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ട് ഇപ്പോൾ വരുന്നേ ഉള്ളൂ, എൻ്റെ കയ്യിൽ ഒരു വീടിന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്, 1 മണിക്കൂർ സമയം ഞാൻ നേരെ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിയേക്കാന്ന് പറഞ്ഞു. അങ്ങനെ 1 മണിക്കൂറിന് ശേഷം ചേച്ചി ഞങ്ങളുടെ വീട്ടിലേക്ക് എത്തി. ഒരു വീടിനുള്ള എല്ലാ സാമഗ്രികളും ചേച്ചി എത്തിച്ചു. ഞങ്ങൾ ആലോചിച്ചു, എന്തൊരു ദൈവപരിപാലന. സത്യത്തിൽ ഒന്നുമില്ലാത്തപ്പോഴാണ് ദൈവത്തിന്റെ വലിയ പരിപാലന നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത്. അതുകൊണ്ടായിരിക്കണം ഈശോ ഈ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, നിങ്ങൾ കയ്യിലൊന്നും കരുതണ്ട, കാരണം എങ്കിലല്ലേ ദൈവപരിപാലന അവർക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ, എങ്കിലല്ലേ അവർക്ക് ദൈവപരിപാലനയെ കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. ഒരു കഥ കൂടെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഓർമ്മയിൽ വരികയാണ്. ഇതെന്ന് പറഞ്ഞാൽ സെന്റ് ഫ്രാൻസിസിന്റെ ജീവിതത്തിലുള്ള ഒരു ചെറിയൊരു ഇൻസിഡന്റ് ആണ്. ഇൻസിഡന്റ് ഇങ്ങനെയാണ്, ഒരിക്കലും തൻ്റെ ശിഷ്യനോട് ഇങ്ങനെ പറഞ്ഞു, ശിഷ്യ നമുക്ക് ഒരുമിച്ച് പോയി സുവിശേഷം പ്രഘോഷിക്കാം. ഇങ്ങനെ സുവിശേഷം പ്രഘോഷിക്കുക എന്ന് പറഞ്ഞ് അവർ ഒരുമിച്ച് പോവുകയാണ്. നഗരങ്ങളിലും ഗ്രാമങ്ങളിലൂടെയൊക്കെ ഇങ്ങനെ കടന്നു പോവുകയാണ്. അങ്ങനെ കടന്നു പോകുന്ന സമയത്ത് പലവരും കാണുന്നുണ്ട്, ഒരുപാട് വിഷമിക്കുന്നവരുണ്ട്, അവരോട് സംസാരിക്കുന്നുണ്ട്, സഹായം വേണ്ടുന്നവരുണ്ട്, അവരെ സഹായിക്കുന്നുണ്ട്. അങ്ങനെ അവരെ കണ്ടും സംസാരിച്ചും പലവരെയും സഹായിച്ചും ചിലയിടങ്ങളിൽ അദ്ദേഹം നിർത്തും, എന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് അങ്ങനെയാണ് കടന്നു പോകുന്നത്. അങ്ങനെ ഓരോ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഒക്കെ ഇങ്ങനെ കടന്നുപോയി. അപ്പൊ എല്ലായിടത്തും പ്രതീക്ഷിക്കും, ഇവിടെ ഫ്രാൻസിസ് പ്രഘോഷിക്കും, സുവിശേഷം പ്രഘോഷിക്കും, ശക്തമായിട്ട് പ്രഘോഷിക്കും എന്ന് വിചാരിക്കുന്നു. പക്ഷേ ഫ്രാൻസിസ് എവിടെയും പ്രഘോഷിച്ചില്ല. എല്ലാം കഴിഞ്ഞ് തിരിച്ച് ആശ്രമത്തിലേക്ക് എത്തുമ്പോഴേക്കും ശിഷ്യൻ ചൂടാവുന്നുണ്ട്. ഫ്രാൻസിസെ, നമ്മൾ സുവിശേഷം പ്രഘോഷിക്കുന്നല്ലേ പറഞ്ഞത്, എന്നിട്ട് എന്താ പ്രഘോഷിക്കാണ്ടിരുന്നത്? ഫ്രാൻസിസ് പറഞ്ഞു, ആര് പറഞ്ഞു നമ്മൾ പ്രഘോഷിച്ചില്ലെന്നാണ്? നമ്മൾ ഓരോരുത്തരെയും സഹായിക്കുമ്പോഴും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുമ്പോഴും ഓരോ പട്ടണങ്ങളിലും ഓരോ ഗ്രാമങ്ങളിലും ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെ നമ്മൾ യഥാർത്ഥത്തിൽ സുവിശേഷം പ്രഘോഷിക്കുക. എന്നിട്ടൊരു 5 ഡയലോഗും കൂടി പറയുന്നുണ്ട്, എല്ലായ്പ്പോഴും സുവിശേഷം പ്രഘോഷിക്കുക, ആവശ്യമുള്ളപ്പോൾ മാത്രം വാക്കുകൾ ഉപയോഗിക്കുക. നമ്മുടെ മനസ്സിൽ എങ്ങനെയൊക്കെയോ കടന്നു വന്നിട്ടുണ്ട് ഈ സുവിശേഷ പ്രഘോഷണം എന്ന് പറയുന്നത് ഈ മൈക്കില് വിളിച്ചു പറയുന്ന ഒരു കാര്യം മാത്രമായിട്ട് ആണോ, അത് മാത്രമാണോ? അങ്ങനെ ഒരു സാധനം നമ്മുടെ മനസ്സിൽ അറിഞ്ഞോ അറിയാതെയൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഏറ്റവും വലിയ സുവിശേഷ പ്രഘോഷണം സത്യം പറഞ്ഞാൽ ജീവിതം കൊണ്ടാണ്. ഒരു പള്ളിയിലൊക്കെ ഒരു ഞായറാഴ്ചത്തെ കുർബാന കഴിഞ്ഞ് നമ്മുടെ ചിലപ്പോൾ യുവാക്കളോ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞവരൊക്കെ എല്ലാവരും ഒരുമിച്ചിരുന്ന് പള്ളിയുടെ പുറത്തിരുന്ന് സംസാരിക്കുമ്പോഴേക്കും ഒരു നല്ലൊരു കൂട്ടായ്മ നമ്മൾ കാണാറുണ്ട്. ഒരു അച്ഛൻ വളരെ സൗഹൃദത്തോടുകൂടി അവിടെയുള്ള ഇടവക ജനങ്ങളോടുകൂടിയൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് വളരെ ഒരു സന്തോഷം തോന്നാറുണ്ട്. അതൊരു വളരെ വിറ്റ്നസിങ് ആണ്. ഈ സുവിശേഷ പ്രഘോഷണം കേവലം ഒരു പള്ളിയിലോ ഒരു ഓഡിയത്തിലോ ഒതുങ്ങേണ്ട ഒരു കാര്യം മാത്രമല്ല, അത് സ്വന്തം ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് സേവനം നൽകുന്നതിലൂടെയൊക്കെ അത് മറ്റുള്ളവരിലേക്ക് പ്രതിഫലിക്കണം. അതാണ് യഥാർത്ഥത്തിലുള്ള സുവിശേഷവും പ്രഘോഷവും തോന്നുന്നു. പിന്നെ ഒരു കാര്യം കൂടി, ഈശോ 72 പേരെയാണ് അയക്കുന്നത്. അത് റെപ്രസെന്റ് ചെയ്യുന്ന പറഞ്ഞാൽ എൻറ്റയർ വേൾഡാണ്, എല്ലാ ശിഷ്യഗണത്തെയാണ്, എല്ലാ ശിഷ്യന്മാരെയാണ്, അതുപോലെ എല്ലാ വിശ്വാസികളെയാണ് അത് പ്രതിഫലിക്കുന്നത്. അതുകൊണ്ട് ഈ സുവിശേഷ പ്രഘോഷം എന്ന് പറഞ്ഞാൽ കേവലം അച്ഛന്മാരും കന്യാസ്ത്രീകളും മാത്രം ഡ്യൂട്ടിയല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ഡ്യൂട്ടിയാണ്.
നമ്മൾ ഓരോരുത്തരും ഐക്യപ്പെടുന്നുണ്ട്. നമ്മുടെ പണിസ്ഥലങ്ങളിലേക്കാകാം, നമ്മുടെ വിദ്യാലയങ്ങളിലേക്കാകാം, നമ്മളായിരിക്കുന്ന കൂട്ടായ്മയിലേക്കാം, ഇടവകയിലായിരിക്കാം. ഇവിടെയൊക്കെ നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ, നമ്മുടെ ചെറിയ ചില ആക്ടിവിറ്റീസ്, നല്ല നല്ല പ്രവൃത്തികളൊക്കെ എല്ലാം സുവിശേഷ പ്രഘോഷണമായി മാറുന്നുണ്ട്. ഒന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു, എല്ലായ്പ്പോഴും സുവിശേഷം പ്രഘോഷിക്കുക. ആവശ്യമുള്ളപ്പോൾ വാക്കുകൾ ഉപയോഗിക്കുക. ഓർക്കണം, ചിലപ്പോഴൊക്കെ നമ്മൾ റിജക്ഷൻ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈശോ പറയുന്നുണ്ട്, കാലിലെ പൊടിയതങ്ങ് തട്ടി കടന്നു പോകാനാണ് പറയുന്നത്. അതായത് ഡോണ്ട് ക്യാരി ദ ബേർഡൻ. വീണ്ടും എന്നെ റിജക്റ്റ് ചെയ്തു, ഈശോയെ കൊടുക്കാൻ ആയിട്ട് ശ്രമിച്ചപ്പോഴേക്കും അവിടെ ഒറ്റപ്പെടലും സങ്കടങ്ങളിലും ഒക്കെ അതിന്റെ ഭാരങ്ങൾ നമ്മൾ ചുമക്കേണ്ട കാര്യമില്ല. അതങ്ങ് തട്ടിക്കളയുക. എല്ലാ വിത്തുകളും മുളച്ച് വളരുന്നില്ലല്ലോ എന്ന് വെച്ച് കൃഷിക്കാരൻ ആ വിത്ത് നടാതിരിക്കുന്നില്ലല്ലോ. എന്ന് പറയുന്നത് പോലെ ദൈവവചനമാകുന്ന വിത്തുകൾ, സുവിശേഷത്തിന്റെ പ്രഘോഷണം എല്ലായ്പ്പോഴും ചെയ്യുക. ദൈവം വേണ്ടുന്ന പ്രതിഫലം നിങ്ങൾക്ക് നൽകും. നമുക്ക് എല്ലാവർക്കും ഈശോനെ വ്യക്തമായിട്ടും ഏറ്റവും സുതാര്യമായിട്ടും പ്രഘോഷിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അയക്കുന്നു.